വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരുവോണ ദിവസം രാവിലെ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ. അതെ, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മളിനി എന്നത്തെയും പോലെ തന്നെ രാവിലെ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ. രാവിലെ മഴയുടെ ചെറിയൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മള് എല്ലാ പ്രാവശ്യം പോണതല്ലേ, അപ്പൊ ഇപ്രാവശ്യം പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, പെട്ടെന്ന് മഴയില്ലാത്ത സമയത്തൊന്നും പോയിട്ട് വരാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അതെ അല്ലേ, നമ്മുടെ ഷർട്ട് കണ്ടില്ലേ, ഷർട്ടും മുണ്ടൊക്കെ ഇതാണ് നമ്മുടെ ഓണക്കോടി മാവേലിയുടെ ഒരു തീമുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ്. സിമ്പിൾ പ്ലെയിൻ ഷർട്ടില് ജസ്റ്റ് മാവേലിയുടെ ഒരു ഇതും പിന്നെ മുണ്ടും. അതെ, മുണ്ടും മുണ്ടും. അപ്പൊ അങ്ങനെ, അപ്പൊ വെൽക്കം ടു സോനു നികേഷ് വ്ലോഗ്. എല്ലാവരും നമ്മുടെ കൂടെ ഓണാഘോഷത്തില് പങ്കുചേരുക. നമ്മള് പറ്റണ പോലെ നമ്മളെല്ലാ ആഘോഷങ്ങളും ചെറിയ രീതിയിലാണ് ആഘോഷിക്കാറ്. ഇപ്രാവശ്യം ഓണം നമുക്ക് പറ്റണ പോലെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇത്തവണത്തെ ഓണം നമ്മുടെ ഫ്ലാറ്റിലാണ് ആഘോഷിക്കുന്നത്. പക്ഷെ നമ്മള് അതിനിടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴേ പറയുന്നില്ല, നമുക്ക് വന്ന വഴിക്ക് കാണാമല്ലോ. അതെ, അത് നമുക്ക് സർപ്രൈസ് സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ആദ്യത്തെ ഇത് അവിടെ ചെന്നിട്ട് നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ അല്ലേ. അപ്പൊ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഭയങ്കര മഴ രാവിലെ. അപ്പൊ ഭയങ്കര മഴയായ കാരണം ആ മഴയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മള് മറൈൻ ഡ്രൈവില് ബോൾഗാട്ടി പാലസില് രാജയോഗം എന്ന് പറഞ്ഞിട്ട് രാജയോഗം ഉണ്ടാവട്ടെ രാജയോണം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതില് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നല്ല പെരും മഴയത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവിടേക്ക് എത്താൻ പറ്റില്ല സമയത്ത്. അപ്പൊ നമ്മൾ ആദ്യം അങ്ങോട്ട് പോവാണ്. അവിടെ ഓണസദ്യയും പിന്നെ പല പ്രോഗ്രാംസും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു പാക്കേജ് ആണ്. അങ്ങനെയാണ് അവർ പറഞ്ഞേക്കണേ. നമുക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും അല്ലേ. അതെ, അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു ഇതിനെ പങ്കെടുക്കുന്നത്. അതുപോലെ നമ്മള് എല്ലാ ഓണത്തിനെയും വീട്ടുകാരും ഒക്കെയാണ്. ഇപ്രാവശ്യം ഒന്ന് വ്യത്യസ്തമാവട്ടെ. പരിചയമില്ലാത്ത കുറെ ആൾക്കാരായിരിക്കും. പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമുക്ക് കുറെ വ്യത്യസ്തമായിട്ടുള്ള പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ കൂടെ ഇപ്രാവശ്യം ഓണം സ്പെൻഡ് ചെയ്യാൻ. ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. അതൊരു കൊട്ടാരം, എത്രയോ അല്ലേ, എത്രയോ പണ്ടത്തെ പ്രാചീന കാലത്തെ കൊട്ടാരമാണ്. പല സിനിമയിലുള്ള ഒരു കൊട്ടാരമാണ്. അപ്പൊ നമുക്ക് അവിടെയാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ തിരുവോണം ആഘോഷം അവിടെയാണ്, ബോൾഗാട്ടി പാലസിലാണ്. അപ്പൊ നമ്മള് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോണെന്ന് അറിയില്ല, ആകാംക്ഷയിലാണ്. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് അങ്ങനെ പോവാണ്. നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ ബോൾഗാട്ടി പാലസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ, ബോൾഗാട്ടി പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇതറിയുന്നവർക്ക് അറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസും കൂടിയാണിത്. നല്ല ഭംഗിയുണ്ട് പുറത്തൊക്കെ. ഇപ്പൊ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ആൾക്കാർ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ചെണ്ടമേളവും നമ്മളിങ്ങനെ സ്വീകരിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് തുടക്കം അല്ലേ. അതെ, ഇവിടെ എത്തിയപ്പോ ഒരു അല്ലേ രാജകൊട്ടാരവും നമ്മൾ രാജാക്കന്മാരാണോ, രാജകുമാരന്മാര്, അങ്ങനെയൊക്കെ ഉള്ള ഫീലൊക്കെ വരുന്നുണ്ട് നമുക്ക്. നമ്മള് കടക്കടേ ഉള്ളൂ കേട്ടോ. കടന്ന് നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. പൂക്കളൊക്കെ ഇട്ട് വെച്ച് കാണുന്നുണ്ട്. നമുക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കിയാലോ. അതെ, എല്ലാം കാണാം.
ആദ്യത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ശബ്ദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ നികേഷ് ചേട്ടാ? അതെ, കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഭയങ്കര ശബ്ദങ്ങളാണ്, കൊട്ടിന്റെയും എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. അപ്പൊ ഭയങ്കര ശബ്ദങ്ങളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ശബ്ദമില്ലാത്തൊരു ഭാഗത്ത് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ അവിടെ. നന്നായിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. പുലിക്കളിയും ചെണ്ടമേളവും എന്തായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് പല നോക്കണം. സദ്യ മാത്രമല്ല ഉള്ളത്. അപ്പൊ സദ്യ ഉണ്ട്. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാൻ പോവാം. ഈ അടുത്തത് അതാ. നമ്മള് സദ്യ കഴിക്കാനായിട്ട് ഇങ്ങ് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ കൊച്ചി കായലിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമല്ലേ? അതെ, കായലിന്റെ അരികിലായ കാരണം നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സദ്യക്ക് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അത് റെഡി ആക്കണേ ഉള്ളൂ അവര്. സദ്യ കഴിക്കാനുള്ള ഒരു എന്താ പറയാ, അതിലിങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സദ്യ അവിടെ നിന്ന് മനസ്സിൽ ആയിരിക്കുമോ? സദ്യ ആവൂലേ? രാജയോണം രാജസദ്യയൊക്കെ ആവുമെന്ന് വിചാരിക്കണു നമ്മള്. പിന്നെ ഇവിടെ പല പ്രോഗ്രാംസും കളികള്, ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ട്. സൈഡില് കുറെ ഗെയിംസുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഫുള്ള് മ്യൂസിക്. അപ്പൊ ഞങ്ങള് സമയം കിട്ടുമ്പോ ഇച്ചിരി മാറി നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതെ, 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് സദ്യയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളങ്ങനെ ആദ്യം തന്നെ സീറ്റ് പിടിച്ചു കേട്ടോ. നികേഷന് വെച്ച് തുടങ്ങിയതാണ്. സമയമായി 12:45. അപ്പൊ കഴിക്കാമെന്ന് വിചാരിച്ചു. അതെ, സദ്യയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിച്ചു തുടങ്ങിയാലോ? കഴിച്ചു തുടങ്ങാം. കുറെ വിഭവങ്ങളൊക്കെ ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ. നമ്മള് പക്ഷെ നേരത്തെ കയറിയില്ല. അതെ, ബാക്കിയുള്ളവരൊക്കെ കയറി ഇരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് ആൾക്കാരായി കഴിക്കാൻ തുടങ്ങാനോ. നല്ല പാട്ടാ, അതുകൊണ്ട് കഴിച്ചു തുടങ്ങാം. കായലിന്റെ തീർത്ത് വന്നിരിക്കുക. നല്ല രസമല്ലേ നികേഷ് ചേട്ടാ? നല്ല രസമുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ ഭയങ്കര ശബ്ദമാണ്. ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കുക. അപ്പൊ കുറച്ചു നേരം കണ്ടതിന്റെ ശേഷം ഞങ്ങളൊന്ന് ഇവിടെ ഒന്ന് നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങി കാണുകയാണ്. ബോൾഗാട്ടി പാലസ് നമ്മള് ബോട്ടിങ് എടുത്തിപ്പോ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരിക്കൽ വരണമെന്നുണ്ടായിരുന്നു. അതേതായാലും ഇപ്പൊ സഹായിച്ചു അല്ലേ? അതെ, നല്ല രസമുണ്ട്. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഒരു ഫെസ്റ്റീവ് ഫീല് നമുക്ക് തോന്നും കേട്ടോ. എന്നാന്ന് വെച്ചാൽ കുറെ പരിപാടികളും അതുകൊണ്ട് നമുക്ക് വേണ്ടി പങ്കെടുക്കാം. നമ്മൾ പങ്കെടുത്തില്ല, എല്ലാം കണ്ട് ആസ്വദിച്ചുള്ളൂ അല്ലേ? അതെ, നമ്മള് അതന്നെ ഒരു ഫെസ്റ്റീവ് ഫീല്. കുറെ ആൾക്കാരുടെ ഇടയിൽ നമ്മളും വന്ന് മത്സരങ്ങളും സ്റ്റേജ് ഷോയും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും നമ്മളെ കണ്ടിട്ടൊക്കെ വന്ന് പരിചയപ്പെട്ടവരും ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ വന്ന് ഇതായത്. പിന്നെ സദ്യ എങ്ങനെ തോന്നി? കുഴപ്പമില്ലായിരുന്നു. സദ്യ കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മള് വീട്ടിൽ നിന്ന് കഴിച്ചില്ലേ വൃന്ദാവെന്ന്, അത് സൂപ്പർ ആയിരുന്നു. ഇത് കുഴപ്പമില്ല, മോശമൊന്നും പറയാനില്ല. പക്ഷെ ഭയങ്കരമായിട്ട് തോന്നിയില്ല. എന്നാലും ഓക്കെ. കണ്ണിൽ എന്തോ പോയി, അതാ ഞാൻ കണ്ണ് തിരുമണ കണ്ണ്. അപ്പൊ ഈ കുറച്ചു നേരം ഇവിടെ ബോട്ടിങ്ങിന് പോവാം. തുടങ്ങട്ടെ. അതെവിടെയാന്ന് നോക്കാം.
നടന്നുകൊണ്ടിരുന്നപ്പോ നികേഷന്റെ ഒരു ബോധി നെയ്യപ്പം കഴിക്കണം. നെയ്യപ്പം അല്ല, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. അപ്പൊ ഇവിടെ ഉണ്ണിയപ്പം സ്റ്റാളുണ്ട്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചു ഉണ്ണിയപ്പം. ഒന്ന് കഴിച്ചു നോക്കിയേ. അങ്ങനെ കൊറേ പരിപാടികളൊക്കെ കണ്ട് നമ്മള് നിന്നു അല്ലേ? ആ, കൊറേ പരിപാടികൾ ഉണ്ടായിരുന്നു. കൊറേ ആൾക്കാരായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. മത്സരങ്ങളും എന്തായിരുന്നു, ഒരു വലിയ കൊറേ ആൾക്കാരുടെ ഇടയിലല്ലേ നമ്മള് കൊറേ മത്സരങ്ങളും കാര്യങ്ങളും ചിരിയും കളിയും ഭക്ഷണവും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി ബോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ബോട്ടിങ്ങിനും കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടില്ലേ? സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു, സംസാരിക്കാൻ വന്നു കൊറേ പേര്. അപ്പൊ സന്തോഷായി. ഇനി ബോട്ടിങ് ഉണ്ട്, നമുക്ക് ബോട്ടിങ്ങിന് പോവാം. അതിലൊന്ന് അവിടെ ആൾക്കാർ കേറി തുടങ്ങണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന, എന്നാലും പാക്കേജിന്റെ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് നമുക്കൊന്ന് കേറി. അതെ, ഏതായാലും അതിന്റെ കൂടെ ഉള്ളതാ, പിന്നെ വിട്ടുകളയണ്ടല്ലോ. ഇവിടെ കേറുണ്ട് ആൾക്കാർ, നമുക്കപ്പോ നോക്കിയാലോ നികേഷേട്ടാ? ആ, കേറാം. നല്ല സീനറി ഇല്ലേ? ബ്യൂട്ടിഫുൾ. അങ്ങനെ കേറിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. നമ്മള് ടോപ്പിലേക്ക് വന്നു അല്ലേ? മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ മോൾ ഭാഗത്ത് സീറ്റൊക്കെ ഫില്ലായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാഴ്ചകൾ കണ്ടിട്ട്. നല്ല രസമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ സീറ്റും ഇല്ല, സീറ്റൊക്കെ ഫുള്ളായി. അപ്പൊ നമുക്കിങ്ങനെ നിൽക്കാം, കുറച്ച് നേരം നിൽക്കല്ലേ, ഒന്ന് ഇങ്ങനെ ആകാശവും. നമ്മള് സ്ഥിരം തന്നെ നമ്മുടെ കൊച്ചിക്കായലാണ്. നമ്മള് എത്രയോ പ്രാവശ്യം വന്നത്. എന്നാലും ഒരു രസമുണ്ട്. ഓണത്തിന്റെ അന്ന്, തിരുവോണത്തിന്റെ അന്ന് വരികയെന്ന് പറയുമ്പോൾ അതും എല്ലാം കഴിഞ്ഞ് നമ്മള് ഇനി ഇത് എത്ര 45 മിനിറ്റ്സ് എന്ന് തോന്നുന്നുണ്ട്. അറിഞ്ഞൂടാ, ഇത് കഴിയുമ്പോ DJ ഒക്കെ ഉണ്ട്. നമ്മൾ അതിനൊന്നും നിൽക്കില്ലായിരിക്കും അല്ലേ? നമ്മള് രാവിലെ വന്നതല്ലേ, ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി DJ വീട്ടിലേക്ക് പോവാം. അത് കഴിയുമ്പോ നമുക്കൊരു ചായ ചായ കുടിക്കാം. നമ്മളങ്ങനെ ബോട്ടിലൊക്കെ സവാരി ചെയ്തിട്ട് ഇറങ്ങി. നമുക്ക് എന്റെ ചായ കുടിക്കാന്ന് പോവാം അല്ലേ? ചായ കുടിക്കാൻ, ചായ കുടിക്കുന്ന സമയമായി. എന്തോ ഭാഗ്യത്തിന് മഴ ഇന്ന് മാറിയിരുന്നു അല്ലേ? അതെ, മഴ രാവിലെ മഴ നമ്മുടെ മുടക്കി, അതുകൊണ്ട് നമുക്ക് തൃക്കാക്കര ക്ഷേത്രത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ എറണാകുളത്ത്. അതെ, നമ്മളത് പോണെന്ന് വിചാരിച്ചു, പക്ഷെ ഇനി പിന്നെ ഒരു ദിവസം മഴയായി പോയി രാവിലെ. എന്തായാലും പിന്നീട് മഴ അധികം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. നമുക്ക് ചായ കുടിക്കാം. ഇവിടെ ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു കട്ടൻ ചായ കുടിച്ചു, ചൂട്.
അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, പരിപാടികൾ തീർന്നിട്ടില്ല, പക്ഷെ നമ്മള് അതെ നമ്മൾ ഒത്തിരി നേരത്തെ വന്നതുകൊണ്ടും പിന്നെ കുറെ നേരം ഇരുന്ന് ടയേർഡായിട്ടൊന്നുമില്ല, പക്ഷെ ഇനി പോയേക്കാം എന്ന് വിചാരിച്ചു ഫ്ലാറ്റിലോട്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിച്ചല്ലേ, നല്ല ഗംഭീരായി. ഒത്തിരി വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ഒരു പരിപാടിയിലേക്കല്ലേ നമ്മൾ ശബ്ദമല്ലേ, മ്യൂസിക് ഉണ്ട് കുറെ, അപ്പോ മ്യൂസിക് ഒക്കെ ഉള്ള കാരണം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ഓണായിരുന്നു ഇപ്രാവശ്യം ഞങ്ങക്ക്. ഏതായാലും നന്നായി. അതെ, നല്ല ഇതായി, കുറെ ആൾക്കാരോട് സംസാരിച്ചു, നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ വീഡിയോ തിരുവോണമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഓണം അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ ഞങ്ങളുടെ എന്തായാലും അടിപൊളിയായി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ വെച്ച് നിർത്തിയല്ലേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.